നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒപ്പമാകുവാനപ്പമായി തീർന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മോടൊന്നാകുന്ന നമ്മിൽ അലിയുന്ന ദിവ്യകാരുണ്യ സ്നേഹമേ, അവിടുത്തെ കരുതലിനെയും അവിടുത്തെ സ്നേഹത്തെയോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. യേശുവിൻ്റെ സ്നാനം കഴിഞ്ഞ് ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും സ്വർഗത്തിൽ നിന്ന് ദൈവപിതാവിൻ്റെ സ്വരം കേൾക്കുകയും ചെയ്തു. ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്. സ്വർഗം തുറന്ന് ത്രിയേക ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന സമയങ്ങൾ. ഇതാ പരിശുദ്ധ കുർബാനയിൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മോടൊപ്പമാകുന്ന ദൈവം. യോഹന്നാന്റെ സുവിശേഷം 1:18 പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന് മുന്നിൽ ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുകയാണ്. നമുക്ക് 2 കരങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയാൻ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പുത്രനായ ഈശോയെ, അങ്ങയുടെ വലിയ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധ റൂഹായെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ശക്തി ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം നിറയട്ടെ, ദൈവിക അഭിഷേകം നിറയട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ അനുസരിക്കുന്നു, ഞങ്ങൾ അങ്ങയെ അനുഗമിക്കുന്നു, ഞങ്ങൾ അങ്ങയുടേതായി മാറാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ മേല് ദൈവത്തിന്റെ കൃപയൊഴുകണം. കർത്താവേ, എല്ലാ തരത്തിലുള്ള തിന്മയുടെ ശക്തികളിൽ നിന്ന് ബന്ധനങ്ങൾ ഞങ്ങളെ മോചിപ്പിക്കണമേ. സന്തോഷം, സമാധാനം, പ്രതീക്ഷ ഞങ്ങൾ നിറയ്ക്കണേ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും ദൈവപിതാവിനെ. കരങ്ങളടിച്ചു പാടാം. നിന്നെ സ്നേഹിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു ദൈവപിതാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും ദൈവപിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഈശോയേ, ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും ഈശോയേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ മാനിക്കുന്നു ഈശോയേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും ഈശോയേ. ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂയ 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 ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്ക് ഞങ്ങളുടെ ഒറ്റപ്പെടലുകളിലേക്ക് ദൈവത്തിന്റെ ശക്തി ഒഴുകണമേ. ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗികളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ പരിശുദ്ധരാകുവാൻ പരിശുദ്ധിയിലേക്ക് ഞങ്ങളെ വളർത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമാകുക, ഞാൻ ദൈവമെന്നറിയുക. നമുക്ക് ഈശോയുടെ മുന്നിൽ സുസ്ഥാനങ്ങളിരിക്കാം. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന മണിക്കൂറുകളായിട്ട് ഈ മണിക്കൂറുകൾ മാറാൻ നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവജനമേ, ത്രിത്വത്തിൻ്റെ വലിയ തിരുനാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളെല്ലാം തിരുനാളുകളുടെ ആഘോഷങ്ങളൂടെ കടന്നു വന്നു. പെന്തക്കുസ്ത തിരുനാളിലൂടെ നമ്മൾ ആഘോഷിക്കപ്പെട്ടവരാണ്. ഇതാ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കൃപ ഈ ദിവസം നമ്മൾ ഭക്തിപൂർവം ആഘോഷപൂർവം ആഘോഷിക്കുകയാണ്. ത്രിത്വം എന്നത് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അത് വലിയ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ത്രിത്വത്തെക്കുറിച്ച് നമ്മൾ അറിയുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പങ്കുവയ്ക്കപ്പെടുന്ന സത്യം ഇതാണ്: ദൈവത്തിൻ്റെ നിഗൂഢമായിരിക്കുന്നതും
ദൈവം വെളിപ്പെടുത്തുന്നതുമായ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതാണ് ത്രിത്വേക ദൈവത്തിൻ്റെ രഹസ്യമെന്നത്. ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്നതും ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതുമായ ഒരു സത്യമാണ് ത്രിയേക ദൈവമെന്ന സത്യം. അത് നമ്മൾ ആഴമേറി പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് വേണ്ടത് ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസമാണ് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുന്നത്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണെന്ന സത്യവും, എന്നാൽ മൂവരും കൂടി മൂന്ന് ദൈവങ്ങളല്ല, ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യമാണ് ത്രിത്വം എന്ന രഹസ്യം നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രഹസ്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആഴമേറിയ വിശ്വാസം വേണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങൾ ഒത്തിരി പ്രതികൂലമായി കടന്നു പോകുമ്പോഴും വിശ്വാസത്തിൽ പലർക്കും പ്രതികൂലമായ പല സാഹചര്യങ്ങളും കടന്നു വരുമ്പോൾ, ത്രിത്വേക ദൈവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ആഴമേറിയ വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ഇപ്രകാരം പറയാറുണ്ട്: ഫെയ്ത്ത് ഈസ് എസെൻഷ്യൽ ഫോർ റിവീലിംഗ് ദ മിസ്റ്ററി. രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. ഫെയ്ത്ത് ഈസ് എസെൻഷ്യൽ ഫോർ റിവീലിംഗ് ദ മിസ്റ്ററി. രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ ആഴമേറിയ വിശ്വാസം ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം. അച്ഛനൊരു ഉദാഹരണത്തിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു ചിന്തിക്കാം, ഒരു വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ടും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാനെന്ന വ്യക്തിയെ ആർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ലോകത്തുള്ള ഏതു വ്യക്തിത്വങ്ങളും സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചാലും അതിനെല്ലാം ഒരു പരിമിതികളുണ്ട്. അപ്പോൾ നമ്മുടെ പരിമിതികൾക്ക് അപ്പുറമായ പല കാര്യങ്ങളും ഒരു വ്യക്തിത്വത്തിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരൊന്ന് ചിന്തിച്ചു നോക്കി, ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നമ്മുടെ തുച്ഛമായ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മനസ്സിലാക്കേണ്ടത് ആഴമേറിയ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കൃപ നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, സൃഷ്ടാവായ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം ഇനിയും വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് ത്രിത്വത്തിൻ്റെ തിരുനാൾ എന്നെല്ലാം ഈ ലോകത്ത് ആഘോഷിക്കപ്പെടുന്നു, അപ്പോഴെല്ലാം ചിന്തിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് വിശുദ്ധനായ അഗസ്തീനോസ്. നമ്മളെല്ലാം ഒത്തിരി പ്രാവശ്യം കേട്ട ഒരു കഥ. ഒരു കടലോരത്ത് ഒരു കുഞ്ഞ് കടലിലെ വെള്ളം മുഴുവൻ ഒരു കുഴിയിലേക്ക് വറ്റിക്കാൻ നോക്കുന്ന ഒരു സന്ദർഭം. സമയത്ത് അഗസ്തീനോസും ദൈവത്തെ തേടി, ഒരു അന്വേഷിയെ പോലെ ദൈവത്തെ തേടി നടക്കുന്ന, ഈ ത്രിത്വേക രഹസ്യത്തെ തേടി നടക്കുന്ന ഒരു കാലഘട്ടം. ആ കടലോരത്ത് ഇരുന്നിരിക്കുന്ന ഈ കുഞ്ഞിനെ കണ്ട് അഗസ്തീനോസ് വലിയ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഈ കടലിലെ വെള്ളം മുഴുവൻ ഈ കുഴിയിലേക്ക് വറ്റിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിനോട്, നീ എന്ത് വിഡ്ഢിത്തരമാണ് ചെയ്യുന്നത്? നിനക്കൊരിക്കലും സാധിക്കാത്തൊരു കാര്യമല്ലേ? അത് ഈശോയാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അഗസ്തീനോസിന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു, അഗസ്റ്റിനെ, നീ ചിന്തിക്കുന്ന കാര്യം ഇതുപോലെ തന്നെയാണ്. നിന്റെ വിശ്വാസം കൊണ്ട്, ആഴമേറിയ പ്രാർത്ഥന കൊണ്ടും നിന്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളും കടന്നു വരുമ്പോൾ ആഴമേറിയ ഒരു വിശ്വാസത്തിലൂടെ നോക്കിക്കാണേണ്ട ഒരു കാര്യത്തെ നിന്റെ ബുദ്ധി കൊണ്ട് നീ ചിന്തിക്കരുത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജ്ഞാനത്തെ ദൈവത്തിൻ്റെ വിശ്വാസത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈ പ്രതികൂല സാഹചര്യങ്ങളും എനിക്കൊരു ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഒരു തിരിച്ചറിവ് നൽകും. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത്, പൈതഗോറസ് എന്ന യവന ചിന്തകൻ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തെക്കുറിച്ച് പൈതഗോറസ് പറയുന്നത് ഇങ്ങനെയാണ്. പൈതഗോറസിൻ്റെ പഠനങ്ങളും പറച്ചിലും ദൈവത്തെക്കുറിച്ച് ഇങ്ങനെയാണ്: ദൈവം ഒരു ഗണിത ശാസ്ത്രജ്ഞനാണ്. ഗോഡ് ഈസ് എ മാത്തമാറ്റീഷ്യൻ എന്നാണ് പൈതഗോറസിൻ്റെ വാക്കുകൾ. അതിനൊരു കാരണം ഉണ്ടാകാം. ഒന്നിനോട് ചേരുമ്പോൾ ഒന്നായി തീരുന്നതാണ് പൈതഗോറസ് പറയുന്നൊരു തിയറി. ഒന്നിനോട് ഒന്നായി തീരുമ്പോൾ ഒന്നായി തീരുന്നൊരു കാര്യം. അതിപ്രകാരമാണ്: ഒന്നിനോട് ഗുണിക്കുമ്പോൾ ഒന്നിനെ പിന്നെ എത്ര പ്രാവശ്യം ഗുണിച്ചാലും അതൊന്നായിട്ടാണ് കിട്ടുക. ഇതാണ് പൈതഗോറസ് പറയുന്നത്, ഒന്നിനോട് ചേരുമ്പോൾ. അതിനൊരു കാരണമുണ്ട് സ്നേഹമുള്ളവരെ. സമീപന രീതികളാണ് സങ്കല്പങ്ങളിൽ പലപ്പോഴും മാറ്റം വരിക. നമ്മുടെ സമീപന രീതി എങ്ങനെയാണ്? ദൈവത്തോടുള്ള സമീപനം എങ്ങനെയാണ്? നമ്മൾ ബുദ്ധി കൊണ്ടാണോ ദൈവത്തെ ചിന്തിക്കുന്നത്? പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ യൗവനങ്ങളും കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പലരും ചോദിക്കും, ദൈവം എവിടെ പോയി? സ്നേഹമുള്ളവരെ, ദൈവത്തെ സമീപിക്കേണ്ടത് ഞാൻ എൻ്റെ കൊച്ചു ചിന്തകൾ കൊണ്ട് മാത്രമല്ല. അതുകൊണ്ട് സമീപന രീതികൾ നമ്മൾ എപ്രകാരമാണ്, അപ്പോൾ നമ്മുടെ സങ്കല്പങ്ങളിൽ മാറ്റം വരും. അതുകൊണ്ട് പൈതഗോറസ് പറയുന്നത്, ഒന്നിനോട് ചേരുമ്പോൾ ഒന്നായി തീരുന്നത് പോലെയാണ് പരിശുദ്ധ ത്രിത്വം. പിതാവ് പുത്രനോട്, പുത്രൻ പരിശുദ്ധാത്മാവിനോട് ചേരുമ്പോൾ അത് ത്രിയേക ദൈവമായിട്ട് മാറും. നമ്മൾ പലപ്പോഴും കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന വിവാഹം ഒന്നിനോട് ചേരുന്നതാ. കൂദാശകൾ ഒന്നിനോട്, പരിശുദ്ധ കുർബാന എൻ്റെ ശരീരത്തിൽ ഒന്നായി തീരുന്നതാ. പലപ്പോഴും നമ്മളത് കൂട്ടിച്ചേർക്കുന്ന രീതിയിലാണ്.
പൈതഗോറസ് പഠിപ്പിക്കുന്ന മറ്റൊരു തിയറിയാണ് ഒന്നിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ അത് മറ്റൊന്നായി തീരുന്നത്. 1+1+1 നമുക്ക് കിട്ടുക 3 പലപ്പോഴും നമ്മുടെ സങ്കല്പങ്ങൾ ദൈവത്തെക്കുറിച്ച് ഒന്നിനോട് കൂട്ടിച്ചേർക്കുന്ന രീതിയാണ്. ഒന്നായി തീരുന്നതാണ്. പലപ്പോഴും കുടുംബത്തിലെ ദാമ്പത്യങ്ങൾ പലപ്പോഴും ഒന്നിനോട് കൂട്ടിച്ചേർക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ പല വിള്ളലുകളും കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലും മാതാപിതാക്കളുടെ മക്കളുടെ ഇടയിലും കൂട്ടിച്ചേർക്കലുകളായിട്ട് മാറാം. ഒന്നിനോട് ചേരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, ഇതായിരിക്കണം ഈ ത്രിത്വ തിരുനാളിൽ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഈ സഹനവേളകളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം. ഇത് കൂടുതലായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് യോഹന്നാന്റെ സുവിശേഷം 1:18 ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തിയത്. ഈ വചനം വായിക്കുമ്പോൾ ഇതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം, പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ ഇത് എഴുതപ്പെട്ടപ്പോൾ ഇപ്രകാരമാണ് അത് എഴുതി വച്ചിരിക്കുന്നത്: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ പുത്രനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. POC ബൈബിളിൽ നമ്മൾ ഗാഢബന്ധം എന്നാണ് വാക്കുപയോഗിച്ചത്. അതിന് കാരണമുണ്ട്. കാരണം തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ. മടിയിലിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ മറ്റു പല രീതിയിലും പിന്നീട് തെറ്റിദ്ധരിക്കപ്പെടാം എന്നൊരു ചിന്ത കൊണ്ട് ഗാഢബന്ധം എന്ന വാക്കുപയോഗിച്ചു. യഥാർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ്: മടിയിലിരിക്കുന്നവൻ, ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ ഒരു സത്യം. അതാണ് ത്രിയേക സത്യം. നമ്മൾ ഇംഗ്ലീഷ് ബൈബിളുകളിൽ വായിക്കുകയാണെങ്കിൽ ഇപ്രകാരമായി എഴുതിയിരിക്കുന്നത്: God the Son who is sitting into the bosom of the Father. ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനായ ഈശോ. അപ്പോൾ സ്നേഹമുള്ളവരെ, അങ്ങനെ ഒന്നിനോടൊന്നായിത്തീരുന്ന ഈ ദൈവാനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ ത്രിത്വ തിരുനാള് നമ്മുടെ കുടുംബങ്ങളിലും ഇടവകകളിലും ദേവാലയങ്ങളിലും ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഇതെങ്ങനെ രൂപപ്പെട്ടു, ഈ പദം എങ്ങനെ ഉണ്ടായെന്നൊക്കെ തിരിച്ചറിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആഴമേറിയ ബോധ്യം കിട്ടും. 2-ാം നൂറ്റാണ്ടിലാണ് ഈ പദം വരുന്നത്, ത്രിത്വം എന്ന പദം വരുന്നത്. അത് തെയോഫിലിസ് എന്ന അന്ത്യോക്യയിലെ മെത്രാനാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ചത് ത്രിയാസ് എന്ന ഗ്രീക്ക് പദമാണ് അത് ഉപയോഗിച്ചത്. അതിൻ്റെ അർത്ഥം ഇതാണ്: ഏക ദൈവത്തിൽ തുല്യരായ 3 ആളുകൾ. ഏക ദൈവത്തിൽ തുല്യരായ 3 ആളുകൾ. ത്രിയാസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ മൂലപദം. പിന്നീട് കാർത്തേജിലെ ദൈവശാസ്ത്രജ്ഞനായ തെർത്തുല്യൻ ഈ പദത്തെ ഉപയോഗിക്കുന്നുണ്ട്. അത് ട്രിനിത്താസ് എന്ന പദമാണ്. അത് ലത്തീൻ പദമാണ്. ആ പദത്തിൽ നിന്നാണ് ത്രിത്വം, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ട്രിനിറ്റി എന്ന വാക്ക് വന്നത്. അപ്പോൾ ഏക ദൈവത്തിൽ തുല്യരായ 3 ആളുകൾ. അതുകൊണ്ട് ഈ 3 വ്യക്തിത്വങ്ങളിലും ഈ 3 ഗുണങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാലോ, ഒരു കുഞ്ഞിനെ കണ്ടാൽ അറിയാം അപ്പൻ ആരാണെന്ന്, ഒരു കുഞ്ഞിനെ കണ്ടാൽ അറിയാം അമ്മ ആരാണെന്ന്. അതുകൊണ്ട് തിരിച്ചറിയണം, ഞാൻ എന്ന സത്യയിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞ് എപ്രകാരമായിരിക്കണം. നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങൾ ഈ ത്രിത്വ സാന്നിധ്യത്തിൻ്റെ ആഴം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവരെങ്ങനെയായിരുന്നു? ഈശോ എപ്പോഴും പറയുന്നു, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണും. നമ്മുടെ മക്കൾ പറയൂ, എന്നെ കാണുന്ന എൻ്റെ അപ്പൻ അങ്ങനെ ആയിരിക്കുമോ എന്ന്. ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ ത്രിത്വത്തിലേക്കാണ് തിരുക്കുടുംബം കടന്നു വന്നത്. ഔസപിതാവും മാതാവും ഈശോയും. അതുപോലെ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹങ്ങളും നമ്മുടെ ഇടവകകളും നമ്മുടെ സഭാ നേതൃത്വങ്ങളും ഈ കൂട്ടായ്മയുടെ ശക്തിയിലേക്ക് കടന്നു വരാൻ ഈ ത്രിത്വ തിരുനാളിൽ നമ്മളെ സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിലേക്ക് നമ്മളൊന്ന് കടന്നു നീങ്ങി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ദൈവവചനത്തിൻ്റെ ആഴം എന്താണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 26-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇത് ദൈവവചനത്തിൻ്റെ പ്രാരംഭ വചനങ്ങളിലെ ശക്തമായ ഒരു വചനമാണ്, സൃഷ്ടിയുടെ വചനത്തിൻ്റെ ശക്തി. ഇവിടെ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം പഴയ നിയമപുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ്. യഥാർത്ഥത്തിൽ അവിടെ ദൈവം എന്ന പദം ഉപയോഗിക്കുന്നത് എലോഹിം എന്നാണ് ഹീബ്രു ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എലോഹ് എന്നാണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. കാരണം എലോഹ് എന്ന് പറഞ്ഞാലാണ് ദൈവം എന്ന പദമാകേണ്ടത്. എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ എന്നാണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കിയാൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം പറയുന്നുണ്ട്: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് വിളിക്കപ്പെടും. സ്നേഹമുള്ളവരെ, ഈ അഡ്ജക്റ്റീവുകൾ ദൈവത്തെ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് തിയോളജി പഠിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഓരോ വാക്കുകളും വണ്ടർഫുൾ, കൗൺസിലർ,
മൈറ്റി ഗോഡ്, ഇറ്റേണൽ ഫാദർ, പ്രിൻസ് ഓഫ് പീസ് എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹീബ്രു ഭാഷയിൽ എല്ലാ പദത്തിൻ്റെയും ഈ അഡ്ജക്റ്റീവ്സിൻ്റെ എല്ലാത്തിൻ്റെ മുന്നിൽ ഏൽ എന്ന പദമാണ് ഉപയോഗിച്ചത്. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ. അപ്പോൾ ഇതെല്ലാം ത്രിയേക ദൈവത്തിലുണ്ട്. ദ പ്രിൻസ് ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് ഗോഡ് ആൻഡ് സൺ ഓഫ് ഗോഡ് ആൻഡ് ഹോളി സ്പിരിറ്റ്. ഈ 3 പദങ്ങളിലും ഈ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, ഈ ആഴമേറിയ ബോധ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കൃത്യമായിട്ട് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഈ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ്. അത് നമ്മൾ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 3-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ സ്നാനം കഴിഞ്ഞ് ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും സ്വർഗത്തിൽ നിന്ന് ദൈവപിതാവിൻ്റെ സ്വരം കേൾക്കുകയും ചെയ്തു. ഇവിടെ 3 വ്യക്തിത്വങ്ങളെയും മത്തായി ശ്ലീഹ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, സ്നാനം ചെയ്യുന്ന സമയത്ത് ഈശോ അവിടെ ഉണ്ടായിരുന്നു. ആ സമയം സ്വർഗം തുറന്ന് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവിടെ കടന്നു വന്നു. നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു അടയാളമാണ് പ്രാവ് എന്നുള്ളത്. പിന്നെയുള്ളത് പിതാവിൻ്റെ സ്വരം കേട്ടു എന്ന് പറഞ്ഞ ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവർ, എല്ലാ കൂദാശകളുടെ അടിസ്ഥാനം പിതാവ് പുത്രൻ എന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് മാമോദിസ നോക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്നെ തോമസ് എന്ന നാമത്തിൽ മാമോദിസ മുക്കിയിരിക്കുന്നെന്ന് ഒരു വൈദികൻ ഒരു ദേവാലയത്തിൽ നിന്ന് പറയുന്നത്. അതുകൊണ്ട് ത്രിത്വത്തിലാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ആരംഭിച്ചിരിക്കുന്നത്. ത്രിത്വത്തിലാണ് ഞാൻ എൻ്റെ മരണത്തിലേക്ക് കടന്നു പോകുന്നത്. ഞാൻ എൻ്റെ കൂദാശകളും പെന്തക്കുസ്ത അനുഭവത്തിലും സ്ഥൈര്യലേപനത്തിലൂടെയും കടന്നു പോകുന്നത് ഈ ത്രിത്വേക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. വിശുദ്ധ കുർബാനയിൽ ഓരോ പ്രാർത്ഥനയുടെയും ആഴം തുടങ്ങുന്നത്, ആദ്യ പ്രാർത്ഥന തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് നമ്മൾ വിശുദ്ധ ബലി ആരംഭിക്കുന്നത്, അവസാനിക്കുന്നതും അപ്രകാരം തന്നെ. അതുകൊണ്ട് ഈ ത്രിത്വേക ദൈവം നമ്മുടെ കൂദാശകളുടെ അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് ദൈവാനുഭവം കിട്ടും. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യത്വപ്പെടുത്തുവിൻ. ഇനിയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് നിങ്ങൾ സ്നാനം നൽകുവിൻ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കൂദാശകളുടെ അടിസ്ഥാനം ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു മാമോദീസ തൊട്ടിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇറങ്ങി വരുന്നൊരു സമയം. ഈശോയുടെ ജ്ഞാനസ്നാന സമയത്തുണ്ടായ അതേ അനുഭവമാണ് ഓരോ ദേവാലയങ്ങളിലും ഞാനും നിങ്ങളും മാമോദീസ മുങ്ങിയ സമയത്തുണ്ടായ. ഈ ഒരു അനുഭവം കിട്ടിയ നമ്മൾ തളർന്നു പോകരുത്. പ്രതികൂലവും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ത്രിത്വേക ദൈവം നമുക്കുണ്ട്. സഹനങ്ങളുടെ പുത്രനായ യേശു നമ്മുടെ കൂടെയുണ്ട്. സ്നേഹത്തിൻ്റെ പിതാവായ ആബാ പിതാവ് നമ്മുടെ കൂടെയുണ്ട്. ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഇതാണ് ഈ കാലഘട്ടങ്ങളിലെ പ്രതിസന്ധികളിലും നമ്മൾ തിരിച്ചറിയേണ്ട ശക്തി. 1 കൊരിന്തോസ് 12-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ പറയണേ, ധാന്യങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ, ശുശ്രൂഷയിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ, പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാത്തിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഒന്നുകൂടി അച്ഛൻ പറയാം, ധാന്യങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ, യേശു പുത്രനായ യേശുവിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ആബാ പിതാവിനെ പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കൃപ സ്വന്തമാക്കണം. ഈ ത്രിത്വ തിരുനാളിൽ നമ്മളൊരു പ്രത്യാശയോടെ മുന്നേറണം. ഇതെല്ലാം കടന്നുപോകും. വലിയ വെള്ളപ്പൊക്കങ്ങളും വലിയ പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടും നമ്മൾ തളർന്നിട്ടില്ല. രോഗങ്ങൾ കടന്നു വരാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കടന്നുപോയി എന്നുള്ള വിശ്വാസമാണ് ഒരു ക്രൈസ്തവ സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ 261-ാമത്തെ ഖണ്ഡിക ഇപ്രകാരമാണ് പറയുന്നത്: പരിശുദ്ധ തമത്രിത്വത്തിൻ്റെ രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവാണ്. പരിശുദ്ധ തമത്രിത്വത്തിൻ്റെ രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മാത്രമേ ഈ രഹസ്യം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ടാൽ നീ നിന്റെ കുടുംബത്തിലിരിക്കുമ്പോൾ ദൈവം നിന്റെ അരികിൽ വന്ന് ഈ സത്യം വെളിപ്പെടുത്തും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 253-ാമത്തെ ഖണ്ഡിക ഇങ്ങനെ പറയുന്നുണ്ട്: ത്രിത്വം ഏകമാകുന്നു,
ത്രിത്വം ഒന്നാകുന്നു. എന്നിട്ട് പറയാ, നമ്മൾ വിശ്വസിക്കുന്ന 3 ദൈവങ്ങളിലല്ല, നമ്മൾ വിശ്വസിക്കുന്ന പല ദൈവങ്ങളിലല്ല, ഒരു ദൈവത്തിലാ. എന്നിട്ട് പറയാ, 3 വ്യക്തികളായ ഏക ദൈവത്തിൽ ഏക മനസ്സോടുകൂടി ത്രിത്വത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് ഒന്നുകൂടി അച്ഛൻ വ്യക്തമാക്കി തരാം. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ തന്നെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പുത്രൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവ്. യേശു എന്തെല്ലാം പുതിയ നിയമത്തിൽ പറഞ്ഞോ അത് തന്നെയാ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് യേശു ക്രിസ്തുവിൽ സംഭവിച്ചത്. അതുകൊണ്ട് പഴയ നിയമമില്ലാതെ പുതിയ നിയമം നമുക്ക് മനസ്സിലാകില്ല. രണ്ടും ഒന്നാണെന്ന് പഠിപ്പിക്കുക. പുത്രൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവ്, പിതാവ് എന്തായിരിക്കുന്നു അത് തന്നെയാണ് പുത്രൻ, പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നു അത് തന്നെയാണ് പിതാവും പുത്രനും. അതായതുകൊണ്ട് സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കണം, ഈ 3 ദൈവങ്ങളും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആബാ പിതാവ്, ഈശോ, പരിശുദ്ധാത്മാവ് നമ്മിൽ ഇറങ്ങി വരുന്നു. അഗസ്തീനോസ് പറയുന്ന മനോഹരമായൊരു വാക്ക് ഇതാണ്: എവിടെയെല്ലാം സ്നേഹമുണ്ടോ അവിടെയെല്ലാം ത്രിത്വമുണ്ട്, എവിടെയെല്ലാം സ്നേഹമുണ്ടോ അവിടെയെല്ലാം ത്രിത്വമുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: സ്നേഹിക്കുന്ന വ്യക്തി അവിടെയുണ്ട്. സ്നേഹം എവിടെയുണ്ടോ അവിടെ സ്നേഹിക്കുന്നൊരു വ്യക്തി ഉണ്ടാകണം. രണ്ടാമത്തത്, സ്നേഹിക്കപ്പെടുന്ന വ്യക്തികൾ ഉണ്ടാകണം. സ്നേഹം കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തികൾ ഉണ്ടാകണം. മൂന്നാമത്തത്, സ്നേഹത്തിൻ്റെ ഒരു ഉറവയുണ്ടാകണം. ഞാൻ എൻ്റെ കുടുംബത്തിൽ അപ്പൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഭാര്യയെ, മക്കളെ സ്നേഹിക്കുമ്പോൾ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അത് സ്വീകരിക്കുന്നവർ സ്നേഹിക്കപ്പെടുന്ന വ്യക്തികളാണ്. എന്നാൽ ഇവിടെ ദൈവമെന്ന ഒരു ഉറവ, സ്നേഹത്തിൻ്റെ ഉറവയുണ്ട്. അതുകൊണ്ട് അഗസ്തീനോസ് പറഞ്ഞു വെക്കുന്നത്, എവിടെയെല്ലാം സ്നേഹമുണ്ടോ അവിടെയെല്ലാം ത്രിത്വമുണ്ട്. സ്നേഹിക്കുന്ന വ്യക്തി, സ്നേഹിക്കപ്പെടുന്ന വ്യക്തി, സ്നേഹത്തിൻ്റെ ഉറവ. സ്നേഹമുള്ളവരെ, വേദനിക്കുന്നവർക്ക് കൂട്ടായിട്ട് നമ്മൾ നിൽക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. വേദനിക്കുന്നവരും ദുഃഖിക്കുന്നവരും നമ്മൾ ചേർക്കണം. നമുക്ക് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ സമയം ദൈവത്തിൻ്റെ വലിയ കൃപ നിറയാൻ, ബാവാപുത്രൻ റൂഹായായ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നിടങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ഈ സമയം ആരാധനിക്കാൻ ഒരുങ്ങാം. 2 കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച്, പിതാവായ ദൈവമേ, അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങളും പുതിയണമേ. പുത്രനായ ഈശോയെ, അവിടുത്തെ കൃപാവരങ്ങൾ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ റൂഹായെ ഈ കാലഘട്ടങ്ങളിൽ നയിക്കപ്പെടാൻ കൃപ തരണമേ. 2 കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുക. ദൈവത്തിന്റെ പരമമായ രഹസ്യം, സഭയിലൂടെ പഠിപ്പിക്കപ്പെട്ട രഹസ്യം, ഒന്നിനോടൊന്നായി തീരാനുള്ള കൃപ തരണ കർത്താവേ. നിന്നോട് ചേരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്നായി തീരാനുള്ള ഒരു കൃപ. അപ്പനും അമ്മയും ഒന്നാകാൻ, മക്കൾ ഒന്നായി തീരാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റിരിക്കുന്ന തിന്മയുടെ രൂപികളിൽ വിട്ടുപോകാൻ കൃപ തരണമേ. കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം സന്തോഷത്തോടെ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ വലിയ കൃപ ഈ സമയം അറിയാം. കർത്താവേ, അവിടുത്തെ ശക്തി ഇറങ്ങണം. ബാവാ പുത്രൻ റൂഹായേ, ഈ സമയം സകല ദൈവജനത്തെ ശക്തിപ്പെടുത്തണമേ. കരങ്ങളടിക്കാം നമുക്ക് സന്തോഷത്തോടെ. അത്യുന്നതനാം കർത്താവല്ലോ, നിത്യം വാഴും കർത്താവല്ലോ, നിത്യമഹോന്നത സൃഷ്ടാവല്ലോ, സത്യമനോഹര രക്ഷകനല്ലോ. കരങ്ങൾ ഉയർത്തിയടിച്ച് ചേർന്ന് പാടി താഴ്ത്തിയടിക്കും സന്തോഷത്തോടെ. ഇരുവശങ്ങളിൽ കരങ്ങൾ, വലിയ സന്തോഷത്തോടെ. ഈ ത്രിത്വതിരുനാളിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളവൻ, കൂദാശകളിൽ എൻ്റെ കൂടെ വസിക്കുന്നവൻ. ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
ആദിവും അന്ത്യവുമായവനല്ലോ, സർവശക്ത പരിപാവനല്ലോ, സർവചരാചര പാലകനല്ലോ, സകല കൃപാവരദായകനല്ലോ. കരമുയർത്തിയടിച്ച് നമ്മുടെ കുടുംബത്തേക്ക് സമർപ്പിച്ച് സൈന്യാധിപനാം കർത്താവല്ലോ, ത്രിത്വമേക പരിപൂജിതനല്ലോ, പാവപുത്രൻ നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിയിൽ വരണം, നിൻ തിരുഹിതമത് പുലരേണം. നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിയിൽ വരണം, നിൻ തിരുഹിതമത് പുലരേണം. ദൈവത്തിന്റെ പുത്രനായ യേശുവേ, രോഗികളെ സൗഖ്യപ്പെടുത്തണമേ, തകർന്ന ഹൃദയങ്ങളെ തൊടണമേ. രണ്ട് കരങ്ങളുയർത്തി ഈശോയെ വിളിച്ചു മക്കളെ. ഇതാ പുത്രനായ ഈശോ ഈ സമയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഒന്നിനോട് ചേരാൻ ആഗ്രഹിച്ചു. എന്റെ കുടുംബം ദൈവത്തോട് ചേരണം, എന്റെ ജീവിതം ദൈവത്തോട് ചേരണം. നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂമിയിൽ വരണം, നിൻ തിരുഹിതമത് പുലരേണം. രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തോട് ഉയർത്തി ഈശോയെ വിളിച്ച് ആബാ പിതാവേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, സകലരെയും ശക്തിപ്പെടുത്തണമേ. ഈ സമയം സൗഖ്യങ്ങൾ, അടയാളങ്ങൾ നൽകണമേ. ദൈവത്തിന് വലിയ കൃപ കൊടുക്കണമേ. ഈ ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന പിതാവായ ദൈവമേ, ജീവിക്കുന്ന പുത്രനായ ഈശോയെ, പരിശുദ്ധ റൂഹായെ, സകല ദൈവജനത്തെയും ഇതര മതത്തിൽപ്പെട്ട സകല മക്കളെയും പ്രതികൂല സാഹചര്യങ്ങളിൽ കഴിയുന്നവരെ ജീവിക്കുന്ന ദൈവം ഈ സമയം സ്പർശിക്കട്ടെ. പുത്രൻ റൂഹായെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രത്യേക ദൈവമായി തിരുവോസ്തയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യമായ ഈശോയെ, ഈ ആരാധനാ നിമിഷങ്ങളിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേ അനവരതം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പ്രത്യേകതയുമായ കർത്താവെ, അങ്ങയിൽ നിലനിന്നിരുന്ന പരസ്പര വിശ്വാസവും വിശ്വസ്തതയും എത്രയോ വലുതായിരുന്നു. അതുകൊണ്ടാണല്ലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 28-ാം വചനത്തിൽ ഞങ്ങൾ ഇപ്രകാരം വായിച്ച് ധ്യാനിക്കുന്നത്: ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ്, പിതാവായ ദൈവം, പുത്രനായ ഈശോ, പരിശുദ്ധാത്മാവായ ദൈവം ഒരേ സമയം ആഗതമായിരിക്കുന്ന ദിവ്യകാരുണ്യമായ ഈശോയെ, ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ പരസ്പര വിശ്വാസം നിലനിർത്തി തരണമേ. പരസ്പരമുള്ള വിശ്വസ്തത വർദ്ധിപ്പിച്ചു തരണമേ. മക്കളും മാതാപിതാക്കളും പരസ്പരം വിശ്വസിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
ജീവിത പങ്കാളികൾ തമ്മിൽ അവിശ്വസ്തയോടെ പെരുമാറുന്ന എത്രയോ അധികം കുടുംബങ്ങളാണ് ഈ നാട്ടിലും ഈ ദേശത്തും സകല സ്ഥലങ്ങളിലും ഉള്ളത്. ജീവിത പങ്കാളി ഭാര്യ ഭർത്താവിനെ വഞ്ചിച്ചും ഭർത്താവ് ഭാര്യയെ പറ്റിച്ചും ജീവിക്കുന്ന എത്രയോ അധികം കുടുംബങ്ങളാണുള്ളത്. എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ആരാധന സമയത്ത് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ത്രിത്യേക ദൈവത്തിൽ നിലനിന്നിരുന്ന വിശ്വാസവും വിശുദ്ധിയും വിശ്വസ്തതയും ഓരോ നിമിഷവും ഞങ്ങളെല്ലാവരും കുടുംബങ്ങളിലും കുടുംബാംഗങ്ങളിലും അനവരതം വന്നു നിറയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മക്കളെ, നമുക്ക് രണ്ട് കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളിൽ അവിശ്വസ്തതയുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുമാറാനായിട്ട്, ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങളിൽ സ്നേഹത്തിന്റെ കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകാനായിട്ട്, ത്രിത്യേക ദൈവത്തിൽ നിലനിന്നിരുന്ന സ്നേഹവും വിശ്വാസവും വിശ്വസ്തതയും വർദ്ധിച്ചു വളർന്നു വരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് വിളിക്കുക. ഒരുമിച്ച് വിളിക്കട്ടെ. യേശുവേ. ശക്തി നൽകിയിടണേ, തകരാതെ ഞങ്ങളിൽ കാത്തിടണേ. എല്ലാവരും ചേർന്ന് ത്രിത്വൈക ദൈവമേ, ശക്തി നൽകിയിടണേ, തകരാതെ ഞങ്ങളിൽ കാത്തിടണേ. ഒന്ന് ചേർന്ന് ആരാധിക്കാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ, ആരാധന. എല്ലാവരും ആരാധന ആരാധന ദിവ്യകാരുണ്യമേ, ആരാധന. പിതാവായ ദൈവത്തിന്റെ സ്നേഹക്കോട്ട, പുത്രനായ യേശുവിന്റെ രക്തക്കോട്ട, പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കോട്ട കൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരെയും കുടുംബങ്ങളെ അവിടുന്ന് പൊതിയണമേ. ഓരോ കുടുംബങ്ങളും ത്രിത്യേക ദൈവത്തിന് സമാനമാണല്ലോ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം എല്ലാം ത്രിത്യേക ദൈവത്തിന് അവിടുന്ന് സമാനമാണല്ലോ. അപ്പോസ്തല പ്രവർത്തനത്തിൽ ഞങ്ങൾ വായിക്കൊണ്ട് അവർ ഏക മനസ്സോടുകൂടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് ശിഷ്യന്മാരോടും കൂടി ഒരുമിച്ച് കൂടിയിരുന്നു. പെന്തക്കോസ്ത തിരുനാൾ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം നാം വായിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, ഇതൊക്കെ ഞങ്ങളുടെ ഓരോരുത്തരെയും കുടുംബത്തിന്റെ ഭാഗമാണല്ലോ കർത്താവേ. ഈ സമയം ത്രിത്യേക ദൈവത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിന്റെ ഐക്യം അവിടുന്ന് ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യത്തിൽ ഏതെങ്കിലും വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടെ നിറയ്ക്കണമേ. മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള അകൽച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, മരുമക്കളും അമ്മായിമ്മയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ വിള്ളലുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടെ നിറയ്ക്കണമേ. ഈ സമയം ഏതെല്ലാം രീതിയിൽ സഹോദരങ്ങൾ തമ്മിൽ ഭിന്നിപ്പമായി ജീവിക്കുന്ന കുടുംബങ്ങളുണ്ടോ അവിടേക്കെല്ലാം നിന്റെ ഐക്യം ഒഴുകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത മേഖലകൾ, ഐക്യമില്ലാത്ത മേഖലകൾ എല്ലാം നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനം ഈ സമയം ഓരോ കുടുംബങ്ങളിൽ ഈ ആരാധന വേളയിൽ അവിടെ നിറവേറട്ടെ. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമാണ് ഭിന്നിപ്പുണ്ടാക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ വചനത്തിന്റെ ശക്തിയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം, ത്രിത്യേക ദൈവത്തിന്റെ വാസം സകല കുടുംബങ്ങളിൽ അവിടെ വന്നു നിറയട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കുടുംബങ്ങളിലേക്ക് ത്രിത്യേക ദൈവത്തിന്റെ അഭിഷേകം നിറയുവാൻ സകല മക്കളും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ. ത്രിത്യേക ദൈവമേ, ഞങ്ങളും എന്നെന്നും ഒന്നായി നിൽക്കുവാൻ കൃപ
എല്ലാവരും ചേർന്ന് വിളിച്ചേ. ത്രിത്വൈക ദൈവമേ, ഞങ്ങളുമെന്നെന്നും ഒന്നായി നിൽക്കുവാൻ കൃപയേകണമേ. അഭിഷേകം ഒഴുകട്ടെ. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ വിളിച്ച് ആരാധന പ്രാർത്ഥിച്ചേ. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 26 വചനത്തിൽ കർത്താവ് യേശുമിശിഹ നമ്മളോട് ഇപ്രകാരം അരുളി ചെയ്തു: എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കർത്താവേ, പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധാത്മാവായ ദൈവത്തിനും ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ: എങ്ങനെയെങ്കിലും ഈ ലോക ജനതയെ രക്ഷിക്കണം, ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ സഹിക്കാനും പിതാവായ ദൈവവും പുത്രനായ ഈശോയും പരിശുദ്ധാത്മാവായ ദൈവവും തയ്യാറായിരുന്നു. അതുകൊണ്ടാണല്ലോ പിതാവായ ദൈവമേ, അങ്ങേ പ്രിയ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ഈ ലോകത്തിലേക്ക് പുത്രനായ ഈശോ കടന്നു വന്നപ്പോൾ ആ പുത്രനെ നയിക്കാനായിട്ട് പിതാവ് സദാസമയവും കൂടെയുണ്ടായിരുന്നു. ആ പുത്രന് ശക്തി പകരാനായിട്ട് പരിശുദ്ധാത്മാവായ ദൈവം സദാസമയവും പൊതിഞ്ഞു നിന്നിരുന്നു. എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ആരാധന സമയത്ത് ഞങ്ങളെ, എന്നെയും നമ്മളെ ഓരോരുത്തരും രക്ഷിക്കാനായിട്ടാണ് പ്രിയപ്പെട്ടവരെ പിതാവായ ദൈവം, പുത്രനായ ഈശോ, പരിശുദ്ധാത്മാവായ ദൈവം ഏതറ്റം വരെ സഹിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീടുകളിൽ ആരൊക്കെയാണോ സഹിക്കുന്നത് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കുടുംബത്തെ രക്ഷിക്കാനായിട്ട്, കുടുംബാംഗങ്ങളെ രക്ഷിക്കാനായിട്ട് എത്രയോ അധികം സഹനങ്ങളാണ്, ത്യാഗങ്ങളാണ്, അധ്വാനങ്ങളാണ് മാതാപിതാക്കൾ ഏറ്റെടുക്കുന്നത്. അവരുടെയൊക്കെ ത്യാഗം, അവരുടെയൊക്കെ സഹനം, അവരുടെയൊക്കെ അധ്വാനം എൻ്റെ കർത്താവെ, അങ്ങയുടെ ത്യാഗത്തോട് ചേർത്ത്, അങ്ങയുടെ സഹനങ്ങളോട് ചേർത്ത് ഈ സമയം ഒരാരാധനയായി സമർപ്പിക്കുന്നു. മക്കളെ, നമുക്ക് രണ്ട് കൈകളും അല്പം ഒന്ന് ഉയർത്തിപ്പിടിക്കാം. അല്പം ത്യാഗത്തോടെ, സഹനത്തോടെ നമുക്കും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളെ രക്ഷിക്കാനായിട്ട് എത്രയോ അധികം സഹനമാണ് ഏറ്റെടുത്തത്, എത്രയോ അധികം ത്യാഗമാണ് സഹിച്ചത്. നമുക്കും നമ്മുടെ കൂട്ടത്തിലുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെ, നമ്മുടെ സമൂഹത്തിലുള്ളവരെ, ഈ ദേശത്തെ രക്ഷിക്കാനായിട്ട്, സകലരെയും കർത്താവിന്റെ പക്കലേക്ക് എത്തിക്കാനായിട്ട് അല്പം ത്യാഗത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കണം, അല്പം സഹനത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഇരു കരങ്ങളും ഉയർത്തുക. യേശുവേ എന്ന് വിളിക്കട്ടെ. നമ്മുടെ സഹനങ്ങളെല്ലാം സമർപ്പിച്ച്, നമ്മുടെ അധ്വാനങ്ങളെല്ലാം സമർപ്പിച്ച്, നമ്മുടെ ത്യാഗങ്ങളൊക്കെ സമർപ്പിച്ച് ത്രിത്വൈക ദൈവമായ കർത്താവിനെ വിളിച്ചുണരട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ത്രിത്വൈക ദൈവമേ, ശക്തി നൽകിയിടണേ, തകരാതെ ഞങ്ങളെ കാത്തിടണേ. എല്ലാവരും ചേർന്ന് ത്രിത്വൈക ദൈവമേ, ശക്തി നൽകിയിടണേ, തകരാതെ ഞങ്ങളെ കാത്തിടണേ. ഒരുമിച്ച് ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. വിളിച്ചാരാധിക്കാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പിക്കൊണ്ട് സങ്കീർത്തന പുസ്തകം 56 അധ്യായം 8 തിരുവചനം പറയുന്നുണ്ട്: അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഓ പിതാവായ ദൈവത്തിന്റെ സ്നേഹക്കോട്ട, പുത്രനായ യേശുവിന്റെ രക്തക്കോട്ട, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ അഗ്നിക്കോട്ട കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹനങ്ങളുടെ മേൽ അവിടുന്ന് കരം നീട്ടി പിടിക്കണമേ. രണ്ട് രീതിയിലാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുന്നത്.
പാപത്തിന്റെ പടുകുഴിയിൽ ജീവിച്ചിട്ട് സഹനങ്ങൾ കടന്നു വരുന്നു. 2, വിശുദ്ധമായി ജീവൻ നയിച്ചിട്ട് സഹനങ്ങൾ കടന്നു വരുന്നു. പാപത്തിന്റെ പടുകുഴിയിൽ ജീവിച്ചിട്ട് സഹനങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു അത് ഞങ്ങളുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി തരുന്നതാ. എന്നാൽ വിശുദ്ധമായി ജീവിച്ചിട്ടും ഞങ്ങൾക്ക് സഹനങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു അത് അനേകം ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാ എനിക്ക് കർത്താവ് സഹനങ്ങൾ തരുന്നത്. എന്റെ കർത്താവേ, ഞാൻ ഈ സമയം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സഹനത്തിന്റെ മേഖലകളെയും നിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗപീഠകൾ, കടബാധ്യതകൾ, സമാധാനമില്ലാത്ത അവസ്ഥ, മക്കളുടെ വിശ്വാസമില്ലാത്ത അവസ്ഥകൾ, എന്ത് ചെയ്താലും ശരിയാവാത്ത അവസ്ഥ, വിവിധങ്ങളായ രീതിയിൽ നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന, കണ്ണീരോടുകൂടി ആരാധനയെ പങ്കെടുക്കുന്ന ഈ മക്കളുടെ കണ്ണുനീർ അവിടുന്ന് കാണണമേ കർത്താവേ. എന്റെ കർത്താവേ, പാപത്തിന്റെ പടുകുഴിയിൽ ജീവിച്ചിട്ട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് മാനസാന്തരവും അനുതാപവും ഈ സമയം തന്നെ അവിടുന്ന് കൊടുക്കണമേ. നിന്റെ കരുണയുടെ കടലീ മക്കളെ അവിടുന്ന് മുക്കിയെടുക്കണമേ. എന്റെ കർത്താവേ, 1-ാം പ്രമാണ ലംഘനങ്ങളിലൂടെ ഈ മക്കളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന പാപത്തിന്റെ കെട്ടുകളെ നീ അവിടുന്ന് കാണണമേ. 1-ാം പ്രമാണ ലംഘനങ്ങൾ ഇവിടെ ജീവിതത്തിൽ വിഗ്രഹാരാധന, അന്ധവിശ്വാസങ്ങൾ, വിശ്വാസത്തിന് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ആഭിചാരക്രിയകൾ, അന്ധവിശ്വാസങ്ങൾ, മന്ത്രവാദങ്ങൾ, ഇതിനെല്ലാം പിന്നാലെ പോയി കർത്താവേ ഇവിടെ ജീവിതത്തിലേക്ക് വന്നു പോയിരിക്കുന്ന പാപത്തിന്റെ ബന്ധനക്കെട്ടുകൾ നീ അവിടുന്ന് കാണണമേ. 6-ാം പ്രമാണ ലംഘനങ്ങളിലൂടെ ഈ മക്കള് ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പാപത്തിന്റെ ബന്ധനങ്ങൾ നീ അവിടുന്ന് കാണണമേ. സ്വയം ഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം, ഏതെല്ലാം രീതിയിൽ ഹൃദയത്തെ, ഇന്ദ്രിയത്തെ എല്ലാം അശുദ്ധമായിരിക്കുന്ന അവസ്ഥ, ഈ മേഖലകളിലൂടെ ഇവിടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പാപത്തിന്റെ ബന്ധനങ്ങളുടെ മേൽ നിന്റെ കരുണ അവിടെ ഒഴുകട്ടെ. ഈ സമയം ത്രിത്വൈക ദൈവത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ത്രിത്വൈക ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ, ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീ തന്നിരിക്കുന്ന സഹനങ്ങൾ നീ അവിടുന്ന് കാണണമേ. മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞങ്ങൾ അനുഭവിക്കുന്ന സഹനങ്ങൾ നീ അവിടുന്ന് കാണണമേ. ഏതെല്ലാം സഹനങ്ങളാണോ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കോ മക്കളെ. ഈ സമയം രോഗങ്ങളായിരിക്കാം, കടബാധ്യത ആയിരിക്കാം, സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം, കർത്താവിന് ഇടപെടാൻ സാധിക്കാത്ത ഒരു മേഖലയും ഇല്ലല്ലോ. 2 കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. പാപത്തിന്റെ സഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, രോഗത്തിന്റെ സഹനങ്ങളെ അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ജീവിതത്തിന്റെ മുഴുവൻ സഹനങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക, കുടുംബത്തിലെ സഹനങ്ങളെ ചേർത്ത് വെച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇരു കരം ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ അഭിഷേകത്തോടെ ആലപിക്കുക. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കരങ്ങൾ കൂപ്പാം. ഗത്സമേൻ തോട്ടത്തിൽ ഈശോ മുട്ടുകൾ കുത്തി രക്തം വിയർത്ത് പ്രാർത്ഥിച്ച് പിതാവായ ദൈവത്തോട് പറഞ്ഞു, പിതാവേ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണമേ. ആ സമയത്ത് കർത്താവിശ്വസിയെ ശക്തിപ്പെടുത്താനായിട്ട് പിതാവായ ദൈവം പരശതം മാലാഖമാരെ കർത്താവിൻ്റെ അടുത്തേക്ക് അയച്ചു. എൻ്റെ ദൈവമേ, വചനത്തിലൂടെ ഞങ്ങളെയൊക്കെ അങ്ങ് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി തരുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ. ഞങ്ങളുടെയൊക്കെ വേദനകളിൽ, ഞങ്ങളുടെയൊക്കെ സഹനങ്ങളിൽ, ഞങ്ങളുടെയൊക്കെ മനസ്സൊരുകുന്ന സങ്കടങ്ങളിൽ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് താങ്ങായും തണലായും സംരക്ഷണമായും ത്രിത്വൈക ദൈവം കൂടെ ഉണ്ടായിരിക്കുമെന്ന്. എൻ്റെ മക്കളെ, നമ്മുടെ എല്ലാ തരത്തിലുള്ള വേദനകളും പിതാവായ ദൈവം സദാസമയവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും പിതാവായ ദൈവം
ത്രിത്വൈക ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ വചനം നമ്മളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നത്, നിന്റെ കണ്ണുനീർ തുള്ളികൾ എൻ്റെ കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് എന്ന്. ഗെത്സമേൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച പുത്രനെ പോലെ ഈ സമയത്ത് ഏതൊക്കെ വീടുകളിലിരുന്നാണോ നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്നത്, മനമൊരുകി പ്രാർത്ഥിക്കുന്നത്, താങ്ങാൻ പറ്റാത്ത പലതരത്തിലുള്ള വേദനകൾ മൂലം കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരം മക്കളിലേക്ക് കർത്താവെ ഈ നിമിഷം തന്നെ ശക്തി പകരാനായി ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം അയച്ചു കൊടുക്കണമേ. എന്റെ പൊന്നു തമ്പുരാനെ, അങ്ങ് ചമ്മട്ടിയടി ഏറ്റപ്പോൾ ഏറ്റെടുത്ത വേദന എന്തുമാത്രം വലുതായിരുന്നു. ആ വേദന പോലും അങ്ങക്ക് താങ്ങാനായത് ത്രിത്വൈക ദൈവത്തിന്റെ ശക്തിയും സാന്നിധ്യമായിരുന്നല്ലോ. കുരിശ് ചുമന്നപ്പോഴും കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും അനുഭവിച്ച വേദനകൾ മുഴുവൻ അങ്ങേക്ക് സ്വന്തം ശരീരത്തിൽ ഏറ്റു സ്വീകരിക്കാനുള്ള ശക്തി കിട്ടിയത് പിതാവായ ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പുത്രനായ ഈശോയ്ക്ക് അത് താങ്ങാൻ സാധിച്ചത് പരിശുദ്ധാത്മാവായ ദൈവം ശക്തി പകർന്നുകൊണ്ടാണ് ആ വേദനയിൽ പോലും തളരാതിരുന്നത്. എൻ്റെ കർത്താവെ, ഈ ആരാധന സമയത്ത് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും ഏതെങ്കിലുമൊക്കെയുള്ള തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, ജീവിതം നശിച്ചല്ലോ എന്ന് വിചാരിക്കുന്നതിന് പകരം ത്രിത്വൈക ദൈവത്തെ നോക്കിക്കൊണ്ട് ശക്തി പ്രാപിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ. മക്കളെ, നമുക്ക് രണ്ട് കൈകളും ആ കർത്താവിന്റെ പക്കലേക്ക് ഒന്ന് ഉയർത്താം. നമ്മുടെ ഏത് വേദനകളും നമുക്ക് താങ്ങാൻ പറ്റില്ല എന്ന് തോന്നിയാലും, നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാലും, ഏത് വേദനയായാലും പിതാവായ ദൈവം പുത്രനായ ഈശോയിലൂടെ പരിശുദ്ധാത്മാവ് വഴിയായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തി ഏത് സഹനങ്ങളും ഏത് വേദനകളും താങ്ങാൻ അവിടെ നമുക്ക് കരുത്തേകും. ആ കർത്താവിന്റെ പക്കലേക്ക് ഇരു കരങ്ങളും ഉയർത്തുക, ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിക്കാം. എത്രമാത്രം ഉറക്കെ പ്രാർത്ഥിക്കാമോ, എത്രമാത്രം കർത്താവിന്റെ സാന്നിധ്യം ആവശ്യമുണ്ടോ അത്ര ഉറക്കെ വിളിക്കുക മക്കളെ. ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ത്രിത്വൈക ദൈവമേ, ശക്തി നൽകിയിടണേ, തകരാതെ ഞങ്ങളെ കാത്തിടണേ. എല്ലാവരും ത്രിത്വൈക ദൈവമേ, ശക്തി നൽകിയിടണേ, തകരാതെ ഞങ്ങളെ കാത്തിടണേ. ഒരുമിച്ച് ആരാധിക്കാം. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കൈകൾ കൂപ്പി. 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം പറയുന്നു, അടിയന്റെ കുടുംബം അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ അവർ തിരുവുള്ളമാകണമേ. ഇന്ന് ത്രിത്വൈക ദൈവത്തിന്റെ തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ രക്തക്കോട്ട, പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കോട്ട കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടെ നിറയ്ക്കണമേ. ഈ സമയം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം നിങ്ങളുടെ ദാമ്പത്യ വല്യരിയിലേക്ക് നൽകിയ മക്കൾ അനുഗ്രഹങ്ങളായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഓ എൻ്റെ കർത്താവേ, എത്രയോ കുടുംബങ്ങളില മാതാപിതാക്കൾ മക്കളെ ഓർത്ത് കണ്ണീര് പൊഴിച്ചുകൊണ്ടിരിക്കുന്ന, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന മക്കൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്ന മക്കൾ, പഠിച്ചിട്ടും നല്ല രീതിയിൽ ജോലി കിട്ടാത്തതിനെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, ഇതുപോലെ തന്നെ മക്കൾക്ക് വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്ത അവസ്ഥ, വിശ്വാസമില്ലാത്ത അവസ്ഥ, പ്രാർത്ഥനാ ജീവിതമില്ലാത്ത അവസ്ഥ, എന്ത് ചെയ്തു കഴിഞ്ഞാലും മറുതലിക്കുന്ന സ്വഭാവമുള്ള മക്കൾ, ഓ എൻ്റെ കർത്താവേ, ഈ സമയം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ മേൽ ത്രിത്വൈക ദൈവത്തിന്റെ കരം അവിടെ നീട്ടിപ്പിടിക്കണമേ. പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കരം ഈ മക്കളിലേക്ക് അവിടെ നീട്ടിപ്പിടിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ നിറയ്ക്കണമേ. മാതാപിതാക്കൾ 2 കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. നിരാശയപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ, ഏലിയാ പ്രവാചകൻ നിരാശയിലായിരുന്ന സമയത്ത്
ദൈവത്തിന്റെ ദൂതൻ ഏലിയ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് കനലിൽ ചുട്ടെടുത്ത അപ്പോ വെള്ളവും നൽകി. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു, അത് വിശുദ്ധ കുർബാനയായിരുന്നു, അത് ദൈവത്തിന്റെ വചനമായിരുന്നു. ഇന്ന് നിരാശയിൽപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ തളരാതെ ഈ ആരാധനയിൽ കരമുയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ത്രിത്യേക ദൈവത്തിന്റെ വാസം കൊണ്ട് നിന്റെ കുടുംബം നിറയും, നിന്റെ മക്കൾ നിറയും. രണ്ട് കരം ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ത്രിത്വൈക ദൈവമേ, ഞങ്ങളെ എന്നും ഒന്നായി നിൽക്കുവാൻ കൃപയേകണേ. എല്ലാവരും ചേർന്ന് ത്രിത്വൈക ദൈവമേ, ഞങ്ങളെ എന്നും ഒന്നായി നിൽക്കുവാൻ കൃപയേകണേ. അഭിഷേകമൊഴുകട്ടെ. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന നിറയട്ടെ. ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. വിശുദ്ധ പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:17 നമ്മളെ ഓരോരുത്തരെയും ഇങ്ങനെ ഉത്ബോധിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കുമാറാകട്ടെ. എൻ്റെ കർത്താവേ, ഈ ആരാധനാ സമയത്ത് ത്രിത്യേക ദൈവത്തിൽ നിലനിന്നിരുന്ന ഓരോ പുണ്യങ്ങളും ഞങ്ങൾ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് അങ്ങ് പകർന്നു തരുവാൻ തിരുമനസ്സാകണമേ. പ്രത്യേകമായും ത്രിത്യേക കുടുംബത്തിൽ ത്രിത്യേക ദൈവത്തിൽ നിലനിന്നിരുന്ന പരസ്പര ബഹുമാനം എൻ്റെ പൊന്നു തമ്പുരാനെ എത്രയോ രൂഢമൂലമായിട്ടാണ് അങ്ങ് അനുഭവിച്ചിട്ടുള്ളത്. പിതാവ് പുത്രനെയും പുത്രൻ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവ് ദൈവത്തെയും അവർ പരസ്പരം ബഹുമാനിച്ചതുപോലെ എൻ്റെ കർത്താവെ, ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ മക്കളെയും മക്കൾ മാതാപിതാക്കളെയും ബഹുമാനിക്കാനും ആദരിക്കുവാനും ഇടവരുത്തണമേ. ജീവിത പങ്കാളികൾ തമ്മിലും സഹോദരീ സഹോദരങ്ങൾ തമ്മിലും പരസ്പരം ബഹുമാനിക്കുവാനുള്ള വരം നൽകി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ഇടവകയിൽ വികാരിയച്ഛന്മാരും ഇടവക ജനങ്ങളും തമ്മിൽ പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും അംഗീകരിച്ചും ജീവിച്ചാൽ എത്രയോ സ്വർഗീയമായ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് അവിടെയൊക്കെ അനുഭവിച്ചറിയുവാൻ പോകുന്നത്. ഞങ്ങളുടെ രൂപതകളിലും ഞങ്ങളുടെ സന്യാസ സമൂഹങ്ങളിലും ഞങ്ങളുടെ സമൂഹങ്ങളിലും കർത്താവെ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ ഈ മഹനീയമായ ആദരവോടെയുള്ള ബഹുമാനത്തിലുള്ള ജീവിത മാതൃക ഞങ്ങൾക്കും പാഠമാക്കി തരണമേ. എന്നാൽ എൻ്റെ കർത്താവെ, ഇന്ന് എത്രയോ അധികം സ്ഥലങ്ങളിലാണ് അധ്യാപകരെ ബഹുമാനിക്കാത്ത വിദ്യാർത്ഥികളുള്ളത്. അതുമൂലം നശിച്ചു പോകുന്ന വിദ്യാർത്ഥി സമൂഹം, മുതിർന്നവരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കാത്ത മക്കളുള്ളത്. അതുകൊണ്ട് തന്നെ തോന്നിവാസികളായി പോകുന്ന ഓരോ തലമുറയും ഓരോ സമൂഹത്തിലും ഉത്തരവാദിത്തപ്പെട്ടവരെ ബഹുമാനിക്കാതെയും ആദരിക്കാതെയും അംഗീകരിക്കാനും ജീവിക്കുന്ന എന്തുമാത്രം സമൂഹങ്ങളാണുള്ളത്, എത്രയോ ഇടവകളാണുള്ളത്. ഈ സമയം മക്കളെ, പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോയുടെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പരസ്പരമുള്ള ആദരവും ബഹുമാനവും ഞങ്ങൾ ഓരോരുത്തരെയും വ്യക്തി ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അതിനായി നമുക്ക് രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. എവിടെയൊക്കെ ഭിന്നതയുണ്ടോ, എവിടെയൊക്കെ അനൈക്യങ്ങളുണ്ടോ, എവിടെയൊക്കെ അനാദരവുകളുണ്ടോ, അതൊക്കെ ഒന്ന് മാറിപ്പോകുവാൻ പരസ്പരം ആദരിച്ചുകൊണ്ട് പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് രണ്ട് കൈകളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. യേശുവേ എന്ന് വിളിക്കണം മക്കളെ. യേശുവേ എന്ന് വിളിക്കുക. യേശുവേ എന്ന് വിളിക്കട്ടെ. സർവശക്തിയോടെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരസ്പര ബഹുമാനവും പരസ്പര ആദരവും നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് നിറയും, ഇടവകയിൽ വന്ന് നിറയും, രൂപതകളിലും സമൂഹങ്ങളിലും ഉണ്ടായിത്തീരും. വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ. ദൈവമേ
ഞങ്ങളെ നിന്നും ഒന്നായി നിൽക്കുവാൻ കൃപയേകണേ. എല്ലാവരും ചേർന്ന് ത്രിയേക ദൈവമേ, ഞങ്ങളെ നിന്നും ഒന്നായി നിൽക്കുവാൻ കൃപയേകണേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. കൈകൾ കൂപ്പിക്കൊണ്ട് ആരാധന ആരാധന ദിവ്യകാരുണ്യമേ ആരാധന. മകളെ, നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, ത്രിത്വൈക ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കാം. പൂർണ്ണമായും ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നയിക്കട്ടെ. ഈ സമയത്ത് ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ ഏറ്റു ചൊല്ലിക്കൊണ്ട് പ്രത്യേകമായ വിധത്തിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പണം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റു ചൊല്ലുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, 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 ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, രക്ഷകനായ യേശുവേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ആബാ പിതാവേ, അങ്ങേ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങേ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ സമൂഹങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആബാ പിതാവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ആബാ പിതാവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. മകളെ, ദിവ്യകാരുണ്യത്തിലേക്ക് സർവശ്രദ്ധയും കേന്ദ്രീകരിക്കുക. സൂക്ഷിച്ചു നോക്കുക. ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹം, അവിടുത്തെ പരിപാലനം, അവിടുത്തെ വഴി നടത്തൽ നമ്മൾ അനുഭവിച്ച എത്രയോ അവസരങ്ങളാണ്. ഒരുപക്ഷെ ദൈവം നേരിട്ടിട്ടല്ല നമ്മുടെ പക്കലേക്ക് കടന്നു വന്നത്. ഒരു സുഹൃത്തായിട്ട്, അപ്പനായിട്ട്, അമ്മയായിട്ട്, അധ്യാപകനായിട്ട് നമ്മുടെ പക്കലേക്ക് വന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ ദൈവത്തെ മറന്നുപോയ സമയങ്ങളോർത്ത് മാപ്പ് ചോദിക്കുന്നതോടൊപ്പം നമ്മെ സഹായിക്കാനായി കടന്നു വന്ന നിമിഷങ്ങൾ ഓർത്ത് ആരാധിച്ച് നന്ദി പറയാൻ പോവുകയാണ്. തുടർന്നുള്ള പ്രാർത്ഥനകൾക്ക്, ഓരോ പ്രാർത്ഥനകൾക്കും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു എന്ന് സമൂഹം പ്രാർത്ഥിക്കണം. സാധിക്കുമെങ്കിൽ കരങ്ങൾക്ക് കൂപ്പിപ്പിടിച്ച് യേശുവിനൊന്ന് ഓർക്കുക. തകർന്നുപോയ മക്കളില്ലേ? എല്ലാം തകർന്നിട്ട് കർത്താവ് നമ്മെ കൂട്ടിച്ചേർത്തില്ലേ? എത്രയെത്ര അപകടങ്ങൾ ഉണ്ടാകാമായിരുന്നിട്ടും ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ കാത്തുപരിപാലിച്ചില്ലേ? ആ ദൈവത്തിൻ്റെ സ്നേഹം ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു എന്ന് സമൂഹം ഏറ്റുപറയുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ ബലഹീനതയിൽ
അങ്ങ് ബലമായ ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭയങ്ങളിൽ അങ്ങ് ധൈര്യമായി വന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ ശൂന്യതയിൽ അങ്ങ് നിറവായി വന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ പരാജയത്തിൽ വിജയമായി വന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ തകർച്ചയിൽ ഉയർച്ചയായി വന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ മരണത്തിൽ ഉയർപ്പായി കടന്നു വന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ നിരാശയിൽ പ്രത്യാശയായി കടന്നു വന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ ഏകാന്തതയിൽ കൂട്ടുകാരനായി കടന്നു വന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ അന്ധകാരത്തിൽ പ്രകാശമായി കടന്നു വന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ ഇല്ലായ്മയിൽ എല്ലാമായി തീർന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. മക്കളെ, സങ്കീർത്തനം 57:2 നാം വായിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ തന്നെ. ആ ദൈവമായ കർത്താവ് നീ ഏർപ്പെടുന്ന ജോലികളിലും നീ ആരംഭിക്കുന്ന പ്രവൃത്തികളിലും എല്ലാ പ്രവൃത്തികളിലും അനുഗ്രഹം മാത്രം തരുവാനായിട്ട് ത്രിത്വൈക ദൈവം ഇതാ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ പക്കലേക്ക് നമുക്ക് 2 കരങ്ങൾ ഉയർത്താം. 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പിടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നീ സൗഖ്യമായി കടന്നു വരണമേ. നിന്റെ പ്രത്യേകമായിരിക്കുന്ന സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 34:17 കർത്താവ് പറയുന്നു, ഞങ്ങളുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്നവൻ, ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നവൻ, അവിടുന്ന് സൗഖ്യമായി ജീവനായി അനുഗ്രഹമായി ഞങ്ങളിലേക്ക് കടന്നു വരണമേ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ. തളരരുത്, തളരരുത്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവ്, നിനക്ക് ജീവൻ തരുന്ന കർത്താവ്, നിനക്ക് സൗഖ്യം തരുന്ന കർത്താവിന്റെ പക്കലേക്ക് കരങ്ങൾ നീട്ടിക്കൊണ്ട് യേശുവേ സൗഖ്യമേകീടണേ, ഞങ്ങളെ നിന്നും സുഖമാക്കണേ. ത്രിത്വൈക ദൈവമേ, സൗഖ്യമേകീടണേ, ഞങ്ങളെ നിന്നും സുഖമാക്കണേ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് ഇതാ ത്രിത്വൈക ദൈവം അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് സൗഖ്യം വർഷിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന ഓരോ സീറ്റുകളിലേക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മുറിയിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും കടന്നു വരികയാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തെ നാം വായിക്കുന്നു, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കങ്ങളിൽ ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യനും. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർക്ക് ത്രിത്വൈക ദൈവം കൊടുക്കുന്ന സമ്മാനമാണ്, ദാനമാണ് സഹനങ്ങൾ. കർത്താവ് പറയുന്നു, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മക്കൾ. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതങ്ങളിൽ സഹനങ്ങളില്ലേ? അറിവില്ലായ്മ കൊണ്ട് അജ്ഞത കൊണ്ട് ഒക്കെ വന്നുപോയ സഹനങ്ങളില്ലേ? ദൈവം തരുന്ന സഹനങ്ങളില്ലേ? ഈ സഹനത്തിന്റെ പുത്രന്മാരെല്ലാം കടന്നു ചെല്ലുന്ന ഇവിടെയാണ്. പ്രിയപ്പെട്ടവരെ, കൊറോണ ബാധിച്ച് ലോകം മുഴുവൻ ദുഃഖപൂരിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ ദിവസവും എത്ര ജീവിതങ്ങളാണ് ഈ ലോകത്തൂടെ യാത്ര പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കുക, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. 5 ഭൂഖണ്ഡങ്ങൾ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏഷ്യൻ ഭൂഖണ്ഡങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്കയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓസ്ട്രേലിയയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങൾ,
കേരളത്തിൽ വിവിധങ്ങളായ ജില്ലകൾ, വിവിധങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കേരളത്തിലെ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും കർത്താവിന്റെ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതൊന്ന് അനുഭവവേദ്യമായി തീരട്ടെ. ഓരോ സ്ഥലങ്ങളിലേക്കും കർത്താവിന്റെ കരങ്ങൾ, ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരങ്ങൾ നീണ്ടുവരട്ടെ. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഓരോ ഭൂഖണ്ഡങ്ങളെയും, ഓരോ രാജ്യങ്ങളെയും, ഓരോ സംസ്ഥാനങ്ങളെയും, ഓരോ ഗ്രാമപഞ്ചായത്തുകളെയും, ഓരോ ജില്ലകളെയും അനുഗ്രഹിച്ച് സൗഖ്യം നൽകാൻ കർത്താവേ നീ കടന്നു വരണമേ. എത്ര സ്ഥലങ്ങളിൽ കിടന്നുകൊണ്ട് വാവിട്ട് കരയുന്ന മക്കളുടെ കണ്ണുനീര് ത്രിത്വൈക ദൈവമേ നിന്റെ പക്കലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തി ഒരുമിച്ച് ആലപിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ യേശുവേ. ത്രിത്വൈക ദൈവമേ സൗഖ്യമേകിടണേ, ഞങ്ങളെ നിന്നും സുഖമാക്കണേ. എല്ലാവരും ചേർന്ന് ത്രിത്വൈക ദൈവമേ സൗഖ്യമേകിടണേ, ഞങ്ങളെ നിന്നും സുഖമാക്കണേ. കരങ്ങൾ കൂപ്പി കർത്താവ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലം, ഇരിക്കുന്ന സ്ഥലം മുഖരിതമായിട്ടുണ്ട്. ഇതാ വചനം പറയുന്നു, അപ്പസ്തോല പ്രവർത്തന 4-ാം അധ്യായം 30-ാം വാക്യം, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാനായി അവിടുത്തെ കൈകൾ നീട്ടണമേ, അവിടുത്തെ കൈകൾ നീട്ടി പിടിക്കണമേ. ഇതാ മോനെ, മോളെ, നിന്റെ സന്നിധിയിലേക്ക് ത്രിത്വൈക ദൈവം കടന്നു വരികയാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം കടന്നു വരികയാണ്. ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഓരോ ആശുപത്രിയിൽ കിടക്കുന്നവര്, എത്രയെത്ര ആശുപത്രികൾ, അവിടെ വേദന വിച്ച് കഷ്ടപ്പെട്ട് കൈകളിൽ ജപമാല പിടിച്ച് കുരിശും പിടിച്ച് പ്രാർത്ഥിക്കുന്ന എത്രയെത്രയോ മക്കൾ, പാലിയേറ്റീവ് കെയറുകളിൽ താമസിക്കുന്നവർ, അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, അവിടെ സർവീസ് ചെയ്യുന്ന നഴ്സുമാർ, അവർക്ക് പ്രത്യേകമായ സ്നേഹ സേവന ശുശ്രൂഷ നടത്തുന്നവർ, മരണമെങ്കിൽ മരണം എന്തും വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ പകരക്കാരായി ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹ സേവന ശുശ്രൂഷകളായി നടക്കുന്ന എത്രയോ മക്കളെ ഓർക്കുക. നമ്മുടെ ഉപകാരികൾ, ആംബുലൻസ് ഓടിപ്പിക്കുന്ന ഡ്രൈവർമാർ, ഫാർമിസ്റ്റുകളായി പ്രവർത്തിക്കുന്നവര്, ആരോഗ്യ വകുപ്പ് വിഭാഗങ്ങൾ, ഭക്ഷണം കൊടുക്കുന്നവർ, മരുന്ന് കൊടുക്കുന്നവർ, എത്രയെത്ര ജീവിതങ്ങളാണ്. മരണം പണയം വെച്ചിട്ടല്ലേ മക്കളെ അവരൊക്കെ കടന്നു ചെല്ലുന്നത്. നമുക്ക് കരങ്ങൾ ഉയർത്താം, നമുക്ക് കരങ്ങൾ ഉയർത്താം, കർത്താവിന്റെ സകലയിലേക്ക് കരങ്ങൾ ഉയർത്താം. അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി എന്നല്ലേ പറയുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി, സ്വരമുയർത്തി വിളിക്കണം. ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും കർത്താവിന്റെ സ്നേഹ സാന്നിധ്യം, ത്രിത്വൈക ദൈവത്തിന്റെ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകി ഒഴുകി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ആശുപത്രി അതിന്റെ അധികൃതരെ അനുഗ്രഹിക്കണമേ. പാലിയേറ്റീവ് കെയറിൽ ജീവൻ മരണ പോരാട്ടത്തിൽ പെട്ടവരിലേക്ക് നീ കരങ്ങളൊന്ന് നീട്ടിപ്പിടിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, അവരെ പരിചരിക്കുന്ന സേവന സംഘങ്ങളിലേക്ക്, നഴ്സുമാരിലേക്ക് ത്രിത്വൈക ദൈവമേ കടന്നു ചെന്ന് സർവർക്കും സൗഖ്യം പകരണമേ യേശുവേ. ത്രിത്വൈക ദൈവമേ സൗഖ്യമേകിടണേ, ഞങ്ങളെ നിന്നും സുഖമാക്കണേ. എല്ലാവരും ചേർന്ന് ത്രിത്വൈക ദൈവമേ സൗഖ്യമേകിടണേ, ഞങ്ങളെ നിന്നും സുഖമാക്കണേ. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം, കർത്താവേ, മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് അവിടുത്തെ വചനമാണ്. വചനം അയച്ചും വചനം പഠിപ്പിച്ചുമാണ് സൗഖ്യം നൽകുന്നത്. ഇന്ന് ഈ ത്രിത്വൈക ദൈവത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന പുണ്യമായ ദിവസത്തിൽ ഒന്ന് ആലോചിക്കണേ. നമ്മൾ സുഖപ്രദമായി നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ
ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന മക്കളെ ഒന്ന് സ്മരിക്കണമേ. പ്രത്യേകമായി വെന്റിലേറ്ററിൽ കിടക്കുന്നവര്, ന്യൂമോണിയ ബാധിച്ച് ഇനി രക്ഷയില്ല എന്ന് വിധി എഴുതുന്നവര്, ഹൃദയം ചുരുങ്ങുന്നവര്, ശ്വാസകോശം ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നവര്, ശ്വാസം കിട്ടാതെ വേദനിക്കുന്നവര്, ജീവൻ മരണത്തിന് നടുവിൽ കിടന്നുകൊണ്ട് ദൈവമേ ദൈവമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവർ, പനി വിട്ടുമാറാത്തവര്, മരുന്ന് കഴിച്ചിട്ടും ഫലമില്ലാത്തവര്, കുടുംബം മുഴുവൻ കണ്ണീരിലാണ്. കണ്ണുനീരിന്റെ ചരിത്രം ഓർക്കുമ്പോഴെല്ലാം നിന്റെ സവിധത്തിൽ വന്ന് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, മോനെ മോളെ എത്രയോ കാലമായി ഞാനൊന്ന് ആഗ്രഹിക്കുന്നു. കേൾക്കുന്നില്ലേ സ്വരം? നിന്റെ കണ്ണുനീരിന്റെ ചരിത്രം ഓർക്കുമ്പോഴെല്ലാം നിന്റെ സവിധത്തിൽ വന്ന് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ എത്രയോ കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാ ത്രിത്വൈക ദൈവമേ, എല്ലാ മക്കളിലേക്കും, പ്രത്യേകമായി ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന എല്ലാ മക്കളിലേക്കും ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല, ശ്വാസം വലിച്ചിട്ട് കിട്ടുന്നില്ല, മരുന്ന് ഫലിക്കുന്നില്ല. ഇപ്രകാരമുള്ള മക്കൾക്ക് സൗഖ്യം പകരാൻ ത്രിത്വൈക ദൈവമേ അവിടത്തേക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ട് കരം ഉയർത്തി കഥാന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അസാധ്യതകളിൽ സാധ്യത പ്രവർത്തിക്കുന്നവനായ സർവശക്തനായ ദൈവമേ, നിന്റെ നാമം ഞങ്ങളിതാ വിളിച്ചപേക്ഷിക്കുന്നു. മരണവുമായി മല്ലടിച്ച് വേദനിച്ച് കിടക്കുന്ന രോഗിയുടെ പക്കലേക്ക് കടന്നു ചെല്ലണമേ. മരുന്നോ ലേപനോ ഔഷധവുമല്ല, ദൈവത്തിന്റെ വചനമാണ് അവർക്ക് സൗഖ്യം നൽകേണ്ടത്. ഞങ്ങൾ തളർന്നിരിക്കുന്നു കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, ഞങ്ങളെ സുഖപ്പെടുത്താൻ വരണമേ. കരമുയർത്തി കരമുയർത്തി. സൗഖ്യത്തിന്റെ ദൈവം, ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോൾ തൊടട്ടെ, തൊട്ട് സുഖപ്പെടുത്തട്ടെ. യേശുവേ ത്രിത്വൈക ദൈവമേ, സൗഖ്യമേകിടണേ, ഞങ്ങളെ എന്നും സുഖമാക്കണേ. എല്ലാവരും ചേർന്ന് ത്രിത്വൈക ദൈവമേ, സൗഖ്യമേകിടണേ, ഞങ്ങളെ എന്നും സുഖമാക്കണേ. കരങ്ങൾ കൂപ്പി യേശുവിലേക്ക് നോക്കുക. യേശു പറഞ്ഞില്ലേ, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഒരു കാലത്ത് ആരോഗ്യത്തിൽ ഓടി നടന്നവർ എത്രയോ പേരാണ് മരിച്ചുപോയത്. ലക്ഷക്കണക്കിന് മക്കൾ, കോടിക്കണക്കിന് മക്കൾ ലോകത്തിന് യാത്ര പറഞ്ഞപ്പോൾ നമ്മെ മാത്രം പിടിച്ചു നിർത്തിയില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ തിരുനാൾ ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ കോവിഡ് ബാധിച്ച് മരിച്ചുപോയ ലക്ഷക്കണക്കിന് മക്കളുണ്ട് ലോകത്തിൽ. അവരെ നീ ഒന്ന് ഓർക്കാറുണ്ടോ? ഒരു മാന്യമായ മൃതസംസ്കാര ശുശ്രൂഷ പോലും നടത്താൻ സാധിക്കാത്തതിന്റെ പേരിൽ കുടുംബം മുഴുവൻ പൊട്ടിക്കരയുന്ന കുടുംബങ്ങളിലെ പ്രിയപ്പെട്ടവരെ, ഒരു രോഗി ലേപനം സ്വീകരിക്കാനോ ഒരു കുർബാന സ്വീകരിക്കുവാനോ അവരൊന്ന് അവസാനമായി മുഖമൊന്ന് കാണുവാനോ ഒന്ന് ചുംബിക്കാനോ സാധിക്കാതെ കടന്നുപോയ എത്രയോ മക്കൾ, പരേതരായിരിക്കുന്ന ആത്മാക്കൾ, മരിച്ചു പോയിരിക്കുന്ന മക്കൾ. അവിടെ കുടുംബങ്ങളുടെ സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും? ഭാര്യയ്ക്ക് ഭർത്താവിന് കാണാൻ പറ്റുന്നില്ല, ഒന്ന് നോക്കാൻ പോകാൻ പോലും സാധിക്കുന്നില്ല. മക്കൾക്ക് അപ്പനെ കാണുവാനോ അമ്മയെ കാണുവാനോ സാധിക്കാത്ത വിധത്തിൽ ഇതാ കോവിഡ് ബാധിച്ച് മരിച്ചു പോയിരിക്കുന്ന കുടുംബങ്ങൾ. അങ്ങനെ കുടുംബങ്ങൾ സൗഖ്യം പ്രാപിക്കണ്ടേ? അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന സമാധാനം കിട്ടണ്ടേ? നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. അവന്റെ ക്ഷതങ്ങളാൽ സൗഖ്യം പ്രാപിക്കട്ടെ, അവന്റെ മുറിവിനാൽ സൗഖ്യം പ്രാപിക്കട്ടെ. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി കഥാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി കഥാനെ സ്തുതിക്കട്ടെ. കർത്താവേ, മരിച്ചു പോയിരിക്കുന്ന ആത്മാക്കൾ, അതുപോലെ തന്നെ അതിന്റെ ഫലമായി വേദനിക്കുന്ന ആത്മാക്കൾ എത്ര അധികമാണ് കർത്താവേ. അവിടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഒരു കണ്ണുനീർ തുള്ളിയെങ്കിലും അവർക്ക് വീഴ്ത്തുവാൻ സാധിച്ചാൽ ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു കർത്താവേ. ഇപ്പോൾ നീ ഇരിക്കുന്ന സ്ഥലത്ത് ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി കഥാനെ സ്തുതിക്കട്ടെ. സ്വർഗത്തോളം കരമുയർത്തി വിളിക്കട്ടെ. യേശു നാമം വിളിക്കട്ടെ. അവന്റെ നാമത്തിൽ വിടുതലുണ്ട്, അവന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, അവന്റെ നാമത്തിൽ അഭിഷേകമുണ്ട്, അവന്റെ നാമത്തിൽ വീണ്ടെടുപ്പുണ്ട്. കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി വിളിച്ച് യേശുവേ. ദൈവമേ, സൗഖ്യമേകിടണേ,
സുഖമാക്കണേ. എല്ലാവരും ചേർന്ന് ത്രിയേക ദൈവമേ സൗഖ്യമേകിടണേ, ഞങ്ങളെ എന്നെന്നും സുഖമാക്കണേ. കരങ്ങൾ കൂപ്പി സഭയെ നയിച്ചവര്, സഭയ്ക്ക് നേതൃത്വം നൽകിയവര്, ഇതാ വചനം പറയുന്നു. യെശയ്യായുടെ പുസ്തകം 58 അധ്യായം 8 വാക്യം, അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും, നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. പ്രിയപ്പെട്ട മകളെ, നമ്മുടെ സഭയിൽ നിന്ന് മരിച്ചുപോയ അഭിവന്യ പിതാക്കന്മാർ, വൈദികർ, സമർപ്പിതർ, ഡോക്ടർമാർ, നഴ്സുമാർ, കായിക താരങ്ങൾ, നടീനടന്മാർ എന്ന് വേണ്ട എല്ലാ തലത്തിൽപ്പെട്ടവരും ഈ ലോകത്തുനിന്ന് കോവിഡ് ബാധിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ദേഹവിയോഗം സഹിക്കാൻ പറ്റാത്ത വേദനയാണ്, വലിയ വിടവാണ് സഭയിലും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമൂലമായി വേദനിക്കുന്ന ഒട്ടനവധി വ്യക്തികളുണ്ട്. സഭയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അഭിവന്യ പിതാക്കന്മാരും വൈദികരും സമർപ്പിതരും ഡോക്ടർമാരും നഴ്സുമാരും 150ഓളം വരുന്ന വൈദികർ ഇന്ത്യയിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ തന്നെ എത്ര ലക്ഷം പേരാണ് ഇപ്പോൾ കോവിഡ് ബാധിച്ച് നിൽക്കുന്നത്. ഇന്ത്യയിൽ 2,43,72,241 പേർക്ക് കോവിഡ് ബാധിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ എത്രയോ പേർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി. കർത്താവ് നമ്മെ ജീവിക്കാൻ അനുവദിച്ചത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് സൗഖ്യം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ 2 കരങ്ങൾ നമുക്ക് ഉയർത്താം. 2 കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപകൾ സ്വീകരിക്കാനായിട്ട് കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. 2 കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്നതുപോലെ നിങ്ങൾ തുള്ളിച്ചാടും. നമ്മുടെ ദുഃഖങ്ങൾക്ക് ഒരു അവസാനമുണ്ട്, നമുക്ക് പ്രത്യാശയുണ്ട്. നമ്മൾ പിതാവായ ദൈവത്തിന്റെ മടിയിലേക്കാണ്, പുത്രനായ യേശുവിന്റെ കൈകളിലേക്കാണ്, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൈകളിലേക്കാണ് കടന്നു പോകുന്നത്. കരങ്ങൾ ഉയർത്തി കഥാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ലോകം മുഴുവനും ഇപ്പോൾ പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സ്തുതിപ്പുകൾ ഉയരട്ടെ. പരിശുദ്ധ പിതാവ് സന്ദർശിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മൾ കൺവെൻഷനുകൾ നടത്തിയിട്ടുള്ള എല്ലാ ഗ്രൗണ്ടിലും വന്നു കൂടിയിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ത്രിത്വൈക ദൈവത്തിന്റെ സൗഖ്യാരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും ബന്ധനത്തിന്റെ കെട്ടുകളുണ്ടെങ്കിൽ ആ കെട്ടുകളെല്ലാം ഇപ്പോൾ പൊട്ടട്ടെ. കർത്താവിന്റെ വലിയതായിരിക്കുന്ന ശക്തി നമ്മിൽ വന്ന് നിറയട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ക്രൂശിതനായ യേശുവിലേക്ക് നോക്കുക, തിരുവോസിയിലേക്ക് നോക്കുക. അവനിൽ നിന്ന് ശക്തി പൊട്ടി പുറപ്പെട്ട് എല്ലാ രോഗികളെയും അവിടുന്ന് സുഖപ്പെടുത്തട്ടെ, എല്ലാ വൈദികരെയും സുഖപ്പെടുത്തട്ടെ, എല്ലാ സമർപ്പിതരെയും സുഖപ്പെടുത്തട്ടെ, എല്ലാ ഡോക്ടർമാരെയും സുഖപ്പെടുത്തട്ടെ, എല്ലാ നഴ്സുമാരെയും സുഖപ്പെടുത്തട്ടെ, എല്ലാ കൈക്കുഞ്ഞുങ്ങളെയും സുഖപ്പെടുത്തട്ടെ. 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് മുട്ടുകൾ കുത്തി കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്ക് മുട്ടുകൾ കുത്താം, കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ത്യാഗത്തോടെ ജനകോടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന, ജനകോടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആരാധന, ജനകോടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന സമയത്ത് കർത്താവ് നീ മുട്ടുകുത്തി നിൽക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വന്ന് നിന്നെ തൊട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും വിടുതൽ നൽകട്ടെ. വലിയ അഭിഷേകം ഉണ്ടാകട്ടെ. 3 പ്രാവശ്യം കൊണ്ട് വിളിച്ച് യേശുവേ യേശു എന്ന് വിളിച്ച് 3 പ്രാവശ്യം വിളിച്ച് യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന.